ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു മാസമായി കാണാൻ നമ്മൾ ടീത്ത് ബ്രേസസിനെ പറ്റിയിട്ടുള്ള അപ്ഡേഷൻ അഥവാ പല്ലിൽ കമ്മിനെ പറ്റിയിട്ടുള്ള അപ്ഡേഷൻസ് ചെയ്ത് വീഡിയോ ഇട്ടിട്ട് ഓക്കെ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു അപ്ഡേഷൻ തരാനായിട്ടുണ്ട്. അതായത് ഞാൻ കഴിഞ്ഞ ദിവസം എന്ന് പറയുമ്പോഴത്തേക്കൊരു 3-4 ദിവസം ആവുന്നുണ്ട്. അതിനുശേഷം ജലദോഷമൊക്കെ ആയിട്ട് പിന്നെ അതിനുശേഷം വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല. അതുകൊണ്ടാണ് കുറച്ച് ദിവസം ലേറ്റ് ആയത്. അത് മൈൻഡ് ചെയ്യണ്ട, കാറ്റടിക്കുമ്പോഴത്തേക്ക് ഉള്ള സ്ഥിരം ഏർപ്പാടാണ്. ഓക്കെ. അപ്പോഴേ പറയുന്ന വെച്ചാൽ ഞാൻ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഞാൻ പവർ ചെയിൻ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ മുകളിൽ പല്ലിൽ മുകളിലും താഴെയായിട്ട്. ആദ്യം താഴെയായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ പല്ലിന്റെ ഗ്യാപ്പ് അടയുന്ന അനുസരിച്ചിട്ട് അത് റിമൂവ് ചെയ്യുമായിരുന്നു. അങ്ങനെ ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോഴേ കഴിഞ്ഞ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അതായത് 3-4 ദിവസം മുന്നേ ഹോസ്പിറ്റലിൽ എന്നിട്ട് 3 ആഴ്ച കഴിഞ്ഞിട്ട് ചെല്ലാനാണ് പറഞ്ഞത്. അങ്ങനെ ചെന്ന് കാണിച്ചപ്പോഴത്തേക്ക് നോക്കിയപ്പോഴത്തേക്ക് ഏകദേശം ഗ്യാപ്പ് കുറച്ചും കൂടി ഫില്ലാവാനുണ്ടായിരുന്നുള്ളൂ. അപ്പോഴെനിക്ക് അന്നേ ദിവസം ആ ഒരു പവർ ചെയിൻ റിമൂവ് ചെയ്ത് കളഞ്ഞു. അപ്പം എത്ര മന്ത് ജേണിയാണെന്ന് ചോദിച്ചാൽ ഒരു April 24 മെയ് ജൂൺ 2-2.5 മാസത്തോളം എൻ്റെ പല്ലിൽ അതിങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം 2-2.5 മാസത്തിന് ശേഷമാണ് താഴത്തെ പവർ ചെയിൻ മാറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴും ഇങ്ങനെ നോക്കുമ്പോൾ മനസ്സിലാവും താഴത്തെ പല്ല് നല്ല രീതിയിൽ അകത്തേക്ക് ഒതുങ്ങിയിട്ടുണ്ട്, നന്നായിട്ട് ഒതുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും കുറേ ഇട്ടെല്ലാം ഉള്ളിലേക്ക് കയറിപ്പോവും. ഗ്യാപ്പ് ഇനി കുറച്ച് കണ്ടേ ഈ 2 സൈഡിലായിട്ട് കുറച്ച് ഗ്യാപ്പ് ഫില്ലാവാനുണ്ട്. അപ്പോൾ അതിന് എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയെന്ന് വെച്ചാൽ അതിനുശേഷം ഒരു മാസം മുന്നെയാണ് മുകളിൽ നമ്മൾ പവർ ചെയിൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ മുകളിലാണെങ്കിൽ ശരിക്കും പറയാൻ പറ്റും കേട്ടോ. താഴെ ഒന്നുമില്ല, താഴെ ആ മുത്ത് മാത്രമേ ഉള്ളൂ, മുകളിലാണ് പവർ ചെയിൻ കൊടുത്തേക്കുന്നത്. അതങ്ങനെ തന്നെ കിടക്കട്ടെ എന്ന് പറഞ്ഞു കേട്ടോ. കാരണം അവിടുത്തെ ഗ്യാപ്പ് ഫില്ലാവുന്നുണ്ട്. പക്ഷേ അത് ഇട്ടിട്ട് ഇപ്പോൾ 1 മാസമേ ആയിട്ടുള്ളൂ. 1 മാസമായിട്ട് എൻ്റെ പല്ലിലെ ഗ്യാപ്പ് നല്ല രീതിയിൽ ഫില്ലായി തന്നെ പറയാം. ഇവിടെയൊക്കെ എനിക്ക് ഈ 2 സൈഡിലായിട്ട് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഗ്യാപ്പില്ല. പിന്നെ ഞാനൊരു ക്വസ്റ്റിൻ്റെ ആൻസറും കൂടി തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ വന്നത്. എൻ്റെ വീഡിയോയ്ക്കകത്ത് ഒരാൾ കമൻറ്റ് ഇട്ട് ചോദിച്ചു, ഒന്നല്ല 2-3 പേര് ചോദിച്ചിട്ടുണ്ട് എത്ര നാൾ എടുത്തിട്ടാണ് പല്ലിലെ ഗ്യാപ്പ് ഫില്ലായെന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ പല്ലിലെ ഗ്യാപ്പ് എപ്പോഴാണ് ഫില്ലായെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ അതിന് റിപ്ലൈ കൊടുത്തിട്ടില്ല. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. എൻ്റെ പല്ലിലെ ഗ്യാപ്പ് ഫില്ലാവാനിട്ട് ഏകദേശം ഒരു 6 മാസമെങ്കിലും എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ പല ഫ്രണ്ട്സിനും പല രീതിയിലാണ് കേട്ടോ. എനിക്കറിയാവുന്ന വേറൊരു കുട്ടിക്ക് 3 മാസം കൊണ്ട് തന്നെ പല്ല് ശരിയായതുണ്ട്. അതായത് പല്ലിലെ ഗ്യാപ്പൊക്കെ ഫില്ലായതുകൊണ്ട് ഓരോരുത്തരുടെയും ഇതനുസരിച്ചെന്ന് വെച്ചാൽ പല്ലിൻ്റെ രീതി അനുസരിച്ചിരിക്കും. ഓക്കെ. അപ്പോൾ എനിക്ക് 6 മാസം എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാൻ January 2 താഴെ പല്ലിൽ കമ്പിയിട്ടുണ്ട്. ഞാൻ ഇവിടുത്തെ കലണ്ടറിലൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഓരോ ദിവസം ഇങ്ങനെ തൊരയായിരിക്കും, എന്തെങ്കിലും മാറ്റം വന്നോ നോക്കി അങ്ങനെ താഴെ പല്ലിൽ കമ്പിയിടും. പിന്നെ അതിന് ശേഷം റബ്ബർ ബാൻഡ്സ് ഒക്കെ ഇട്ടതും ഇപ്പോൾ ഒരു 5-6 മാസം അതിൻ്റെ ഒരു കാലയളവ് എടുത്തു എനിക്ക് ഗ്യാപ്പ് ഫില്ലാവാൻ വേണ്ടിയിട്ട്. ഫുള്ള് ഫില്ലായെന്നല്ല, കുറേശ്ശെ ഫില്ലാവാനായിട്ട്. കാരണം പല്ലെടുത്ത ഗ്യാപ്പ് മൊത്തം നമ്മൾ പല്ല് നീങ്ങി ഫില്ലാവേണ്ടി. ഈ പല്ല് നീങ്ങുന്ന അനുസരിച്ചിട്ട് അത് പല്ലെടുത്ത് അപ്പുറത്തെ പല്ലിൻ്റെ ഇടയ്ക്ക്, ഇതിപ്പോൾ ഇവിടെയാണ് എനിക്ക് പല്ലെടുത്തത്. അതിനുശേഷം ഇവിടെ ഇങ്ങനെ അറ്റം നിൽക്കുന്ന പല്ലില്ലേ, അതിൻ്റെ ഇടയ്ക്കും ഈ 2 പല്ലിനറ്റത്തായിട്ട്, അതായത് ഈ ഒരു വലിയ പല്ലിനും അതായത് ഈ ഒരു പല്ലിനിടയ്ക്കായിട്ട് ഗ്യാപ്പ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ പവർ ചെയിൻ ഇട്ടിട്ടാണ് അത് ഫില്ലാക്കിയത്. എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, ഇനി ഈ ഗ്യാപ്പ് എങ്ങനെ ഫില്ലാവുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് തനിയെ ഫില്ലായിക്കോളൂന്ന്. സത്യം പറഞ്ഞാൽ അത് ഫില്ലായി കേട്ടോ. അത് ഈ ഒരു പവർ ചെയിൻ യൂസ് ചെയ്തിട്ടാണ് ആ ഒരു ഗ്യാപ്പ് ഫില്ലായത്. മുകളിൽ അതുപോലെ തന്നെ ഗ്യാപ്പ് ഫോം ചെയ്തു, അത് ഫില്ലായി. മുകളിലെന്ന് വെച്ചാൽ താഴത്തേക്കാളും എനിക്ക് കൂടുതൽ മാറ്റം തോന്നിയത്, അതായത് ചേഞ്ച് തോന്നിയത് മുകളിലത്തെ പല്ലിൻ്റെ ഒരു കാര്യത്തിലാണ്. കാരണം മുകളിൽ നല്ല രീതിയിൽ ഗ്യാപ്പ് ഫില്ലായിട്ടാ. പല്ലെടുത്ത ഗ്യാപ്പും അതുപോലെ തന്നെ അല്ലാതെ പല്ല് നീങ്ങിയിട്ടുള്ള ഗ്യാപ്പും മുകളിൽ നല്ല രീതിയിൽ നല്ലൊരു വ്യത്യാസം കാണാനുണ്ട്. എനിക്ക് താഴത്തേക്കാളും മുകളിൽ ആ ഒരു പല്ലിൻ്റെ ഭാഗം അവിടെ കുറച്ച് ഓക്കെ ആയിട്ട് എനിക്ക് തോന്നും. കുറച്ചെല്ലാം നല്ല രീതിയിൽ നല്ല മാറ്റം ഉണ്ടായിരുന്നു. ഈ 6 മാസത്തിനിടയ്ക്കാണ് ഇങ്ങനൊരു ചേഞ്ച് ഉണ്ടായത്. അങ്ങനെ നമുക്ക് 8 മാസമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു, 8 to 9 months ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കറക്റ്റ് അത്രയും മാസം തന്നെ എടുക്കുമായിരിക്കും. പിന്നെ എന്നോട് പറഞ്ഞു ഇനി കൂടുതൽ ഇടേണ്ടി വരത്തില്ലായിരിക്കും, ഒരു 1.5 months ഒക്കെ എടുക്കത്തോളം എന്ന് തോന്നുന്നുണ്ട്. അറിയില്ല, നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഈ ഒരു അപ്ഡേഷൻ അന്ന് തന്നെ തരണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ നടന്നില്ല. ഓരോ കാര്യങ്ങളുണ്ട്, ഇങ്ങനെ ലാഗായി പോയി. ഇപ്പോഴേ താഴത്തെ പല്ലിലെ കമ്പിയും മുകളിലെ പല്ലിലത്തെ കമ്പിയും അതുപോലെ മുകളിൽ പവർ ചെയിൻ ഉണ്ട്, താഴെ പവർ ചെയിൻ ഇല്ല. താഴെ സത്യം പറഞ്ഞാൽ ആ ഒരു പവർ ചെയിൻ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നെ ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. കാരണം ഒരു 2-2.5 മാസം പല്ലിൽ ഇങ്ങനെ എടുത്തിട്ട് ടൈറ്റ് ആയിട്ടിരിക്കുമ്പോൾ എന്താ പറയണത്, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്ന് തന്നെ പറയാം. ഇവർ കമൻറ്റ് ഇട്ട് ഇങ്ങനെ കണ്ടായിരുന്നു പല്ലിൽ കമ്പി ഇടാൻ പോകാനായിട്ട് ടെൻഷൻ ആവുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും കുറച്ച് പെയിനൊക്കെ ഉള്ള ഒരു പ്രോസസ്സാണ്. കാരണം നിങ്ങൾ എൻ്റെ പഴയ വീഡിയോസൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. കാരണം സാധാരണ സംസാരിക്കുമ്പോഴത്തേക്കൊക്കെ കുറേ ഗ്യാപ്പ് കാണാമായിരുന്നു. ഇപ്പം കാണാൻ തക്കവണ്ണ വിധത്തിൽ ഗ്യാപ്പില്ല, എന്നാലും ഗ്യാപ്പുണ്ട്. ഗ്യാപ്പ് പൂർണ്ണമായിട്ട് മാറിയത് ഞാൻ ഒരിക്കലും പറയത്തില്ല. ഗ്യാപ്പ് മാറാനായിട്ട് ഇനിയും ടൈം എടുക്കും. പക്ഷേ പല്ല്
ഇങ്ങനെ ചിരിക്കുമ്പോഴത്തേക്കൊക്കെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ പല്ലെടുത്ത് കഴിഞ്ഞാൽ ഒരു സമയത്തുണ്ടല്ലോ എനിക്ക് ചിരിക്കാൻ പോലും പറ്റുന്നുണ്ട്. എനിക്ക് ഭയങ്കര എന്തോ ഒരു ഫീലായിരുന്നു. കാരണം അത്രയും നാൾ നമ്മൾ നല്ല രീതിയിൽ പല്ലൊക്കെ വെച്ച് ഇങ്ങനെ ചിരിച്ചിരുന്നിട്ട് പെട്ടെന്ന് പല്ലൊക്കെ ഇല്ലാതെ എന്തോ ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം ഗ്യാപ്പ് ഫില്ലായപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ പല്ല് നല്ല രീതിയിൽ ഒതുങ്ങി. കാരണം എന്നെ ഇപ്പോൾ കാണുന്നവരാണെങ്കിൽ പറയുന്നുണ്ട് പല്ല് നന്നായിട്ട് അകത്തേക്ക് പോയെന്ന്. കാരണം പല്ല് നന്നായിട്ട് ഇപ്പം എനിക്ക് ചിരിക്കുമ്പോൾ എനിക്ക് അങ്ങനെ, പക്ഷെ എനിക്ക് തോന്നും നമുക്കിങ്ങനെ വാ അടയ്ക്കുമ്പോഴത്തേക്ക് തോന്നും ഈ താഴത്തെ പല്ലും ഒക്കെ ഇങ്ങനെ അമങ്ങിയിരിക്കും നമുക്ക് തോന്നും. പഴയ ഫോട്ടോസൊക്കെ നോക്കുമ്പോൾ വ്യത്യാസം തോന്നാറുണ്ട്. പക്ഷേ നേരിട്ട് കുറേ നാൾക്ക് ശേഷം ആരെങ്കിലുമൊക്കെ കാണുമ്പോഴത്തേക്ക് പല്ല് ഇങ്ങനെ നന്നായിട്ട് ഉള്ളിലേക്ക് പോയി എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോഴെന്തൊക്കെയോ മാറ്റമുണ്ട് എന്ന് തോന്നാറുണ്ട്. അത് ഈ ഒരു പവർ ചെയിൻ ഇട്ടതിന് ശേഷമാണ് കേട്ടോ പല്ല് ഇത്രയും അങ്ങ് അകത്തേക്ക് പോയത്. ഇതിന് മുകളിലത് ഉടനെ എടുക്കും, ഗ്യാപ്പ് ഫില്ലാവുന്ന അനുസരിച്ചിട്ട് എടുക്കും. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു 3 ആഴ്ച കഴിഞ്ഞിട്ട് പോകാനാണ് പറഞ്ഞത്. അപ്പോൾ അതിന് ശേഷം നമുക്കറിയാം അവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷം എന്താണ് ഇനി അടുത്ത് ചെയ്യാൻ പോകണമെന്നുള്ളത്. അപ്പോൾ അന്നേരം ഞാൻ ബാക്കി ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ ഉള്ളൂ. ഇപ്പോൾ ഇനി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഞാൻ ചോദിച്ചാൽ താഴെ ഇനി റബ്ബർ ബാൻഡ്സ് ഇടത്തില്ല. അപ്പോൾ ഇനി എന്തായാലും വാ 3 ആഴ്ച കഴിഞ്ഞിട്ട് ഒന്നും കൂടി വാ എന്നിട്ട് നോക്കണം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ആയിരുന്നു. പിന്നെ പല്ലി ഒതുങ്ങുന്ന സമയത്തൊന്നും പെയിൻ ഉണ്ടായിരിക്കും പല്ലിൽ. ഒരു കമന്റ് ചോദിച്ചേക്കാണ് കമ്പി എടുക്കുന്നത് വരെ വായ പൊട്ടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കമ്പി എടുക്കുന്നത് വരെ വായ പൊട്ടത്തില്ല. കാരണം എൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് കമ്പി ഇട്ട സമയത്ത് നല്ല രീതിയിൽ കുത്തിക്കൊണ്ട് മുറിഞ്ഞ് എൻ്റെ പൊന്നെ ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് ശീലമായപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് അങ്ങനെ പല്ല് മുറിഞ്ഞിട്ട് അതുപോലെ മുത്ത് തട്ടിയിട്ട് ചുണ്ടൊക്കെ മുറിയായിരുന്നു ആദ്യം. പക്ഷെ ഇപ്പം കുഴപ്പമില്ല കേട്ടോ. കമ്പി എടുക്കുന്നത് വരെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കാണത്തില്ല. എൻ്റെ കേസിൽ അങ്ങനെ ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പിന്നെ ഒരു കമന്റ് ഉണ്ടതാണ്, സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാവും കാരണം പുതിയതായി വായിലൊരു സാധനം വരുമല്ലേ, പിന്നെ ചില ഫുഡ്സ് ഒക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി നിൽക്കും, എന്നാലും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതിനോട് അഡാപ്റ്റ് ആവും. കറക്റ്റ് കാര്യമാണ്. ഇത് സെയിം എൻ്റെയും കേസിൽ തന്നെയാണ്. അതായത് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കുറച്ച് ഇറിറ്റേഷൻ ഉണ്ടാകും. അത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇതാണ്. എനിക്കിപ്പോൾ ടങ് ഗാർഡ് ഇട്ടിട്ട് അത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് റിപ്ലൈ കൊടുത്തതാണ്. നമുക്ക് ഇറിറ്റേഷൻസ് ഉണ്ടാവും, പുതിയതായിട്ട് വായിൽ ഒരു സാധനം വരുന്നത്. പിന്നെ ഫുഡ് ഉള്ളിൽ കുടുങ്ങാനായിട്ട് ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നല്ല രീതിയിൽ ബ്രഷ് ചെയ്യുക എന്നുള്ളതാണ് ആകെയുള്ളൊരു ഓപ്ഷൻ. അങ്ങനെ പിന്നെ അതുമായിട്ട് നമ്മൾ പൊരുത്തപ്പെടും കേട്ടോ. അത് കറക്റ്റുള്ള കാര്യമാണ്. കാരണം എപ്പോഴും നമ്മൾ അങ്ങനെ തന്നെ ഇരിക്കത്തില്ല, നല്ല രീതിയിൽ പൊരുത്തപ്പെടും. പിന്നെ അതുപോലെ തന്നെ ചോദിച്ചേക്കുന്നത് ഫുഡ് കഴിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവും, എന്ത് ഫുഡാണ് കഴിക്കുകയെന്ന്. അപ്പോഴും ഞാൻ അതിനെപ്പറ്റി ഓൾറെഡി അസ്ന എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിനെ ചോദിച്ചതാണ്. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഫുഡിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഫുഡ് കഴിക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഞാൻ കഴിക്കുന്ന രീതി എനിക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ സംസാരത്തിൽ ചേഞ്ച് ഉണ്ടാകുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടുണ്ടാകും, സംസാരത്തിൽ ചേഞ്ച് ഉണ്ടാകും. എൻ്റെ സംസാരത്തിൽ ചേഞ്ച് വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ ഇങ്ങനെ തോന്നുമ്പോഴത്തേക്ക് അങ്ങനെ തോന്നില്ല. പക്ഷേ എൻ്റെ പഴയ വീഡിയോസിലും ഇപ്പോഴത്തെ വീഡിയോസിലും എനിക്ക് ടോൺ എന്തോ ഒരു ചെറിയ വ്യത്യാസമുള്ളതൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ അതുപോലെ ചില ലെറ്റേഴ്സൊന്നും കറക്റ്റ് ആവത്തില്ല. അതിൻ്റെ അകത്ത് ഒരാൾ അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ചില ലെറ്റേഴ്സൊക്കെ പ്രൊണൗൺസ് ചെയ്യാൻ ബുദ്ധിമുട്ട് ആണ്, എസ്പെഷ്യലി SRE സൗണ്ടൊക്കെ. കറക്റ്റാണ്. എനിക്ക് എഫ് ആണ് മെയിനായിട്ട് പ്രശ്നമായിട്ട് തോന്നി. ഇതിൻ്റെ അകത്ത് എസ്സും ആറും പറഞ്ഞിട്ട് എനിക്ക് എഫ് എന്ന് പറയുന്ന ലെറ്റർ പറയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് തോന്നാറുണ്ട് മുന്നത്തേക്കാളും. പിന്നെ ആറൊന്നും കുഴപ്പമില്ല, എസ്സും എസ് ഒക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഒരു വ്യത്യാസമുണ്ട്. വ്യത്യാസമില്ലെന്നല്ല, അതുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെട്ടോളും. ആദ്യമൊക്കെ ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ പല്ലെടുത്ത സമയത്തും സംസാരിക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഇത് പോയപ്പോഴത്തേക്ക് നമ്മളല്ലേ പവർ ചെയിൻ മാറ്റിയപ്പോഴത്തേക്ക് കുറേയൊക്കെ ബുദ്ധിമുട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ ഇനി അടുത്ത കമൻറ്റ് നോക്കട്ടെ. ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ടങ് ഗാർഡ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഫുഡ് കഴിക്കാൻ നല്ല പാടാണ്, ചേച്ചിക്ക് അത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴന്ന് ഞാൻ അതിന് റിപ്ലൈ കൊടുത്തത് എനിക്കത് ഇട്ടിട്ടില്ല, അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലെന്നാണ്. പക്ഷെ അതിനൊരു കുട്ടി റിപ്ലൈ കൊടുത്തേക്കാണ്. ടങ് ഗാർഡ് എന്ന് പറയുന്നത് ടങ് നമ്മളെ പല്ലിൽ തട്ടുമ്പോൾ ഉണ്ടാകുന്ന പ്രഷർ കാരണം, അതായത് നമ്മളിങ്ങനെ അകത്തുനിന്ന് ഇങ്ങനെ പല്ലിങ്ങനെ തള്ളത്തില്ലേ, അതിൻ്റെ പ്രഷർ കാരണമാണ് നമ്മുടെ പല്ല് പൊങ്ങുന്നത്. കറക്റ്റാണ്. പല്ലിൽ ടങ് തട്ടുന്നതിന് ഒരു ഹാബിറ്റാണ്. ആ ഹാബിറ്റ് ബ്രേക്ക് ചെയ്യാനാണ് ടങ് ഗാർഡ് ഇടുന്നത്. അതായത് ആ ഒരു ഹാബിറ്റ് കാരണം നമ്മുടെ പല്ല് നല്ല രീതിയിൽ തള്ളുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അത് ഇടുന്നതെന്ന് ആൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്ക് അതിനെപ്പറ്റി അറിയില്ലായിരുന്നു, അത് ന്യൂ ഇൻഫർമേഷൻ ആണ്. അപ്പോൾ അതിനെപ്പറ്റി അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ഇട്ടിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അങ്ങനെയുള്ളവർക്കൊക്കെ ഉപകാരപ്പെടട്ടെ. ഓക്കെ. പിന്നെ ഒരു കമൻറ്റാണ്, ചേച്ചി 5 മാസം കൊണ്ട് പല്ലെടുത്ത ഗ്യാപ്പ് ഫില്ലാകുമെന്ന്. ഉറപ്പായിട്ടും ആയിട്ടുണ്ട് കേട്ടോ. 5 മാസം കൊണ്ട് പല്ലെടുത്ത ഗ്യാപ്പ് ഫില്ലായിട്ടുണ്ട്. നമ്മൾ ഡോക്ടർ പറയുന്ന ഡേറ്റിന് ഹോസ്പിറ്റലിൽ പോയാൽ മതി. ഓക്കെ, അപ്പോഴെല്ലാം റെഡി ആയിക്കോളും. 5 മാസം കൊണ്ട് പല്ലിലെ ഗ്യാപ്പ് ഫില്ലായിട്ടുണ്ട്. അതായത് നമുക്ക് സമാധാനമാവുന്ന രീതിയിൽ പല്ലിലെ ഗ്യാപ്പ് ഫില്ലായിരിക്കും, ഉറപ്പാണ്. കംപ്ലീറ്റ്ലി ക്ലോസ് ആവുന്നവരും ഉണ്ട്, കംപ്ലീറ്റ്ലി ആവാത്തവരും ഉണ്ട്. പക്ഷെ എനിക്ക് കംപ്ലീറ്റ്ലി ആയി വരുന്നുണ്ട്, കംപ്ലീറ്റ്ലി ആയിട്ടില്ല. പക്ഷെ 5 മാസം കൊണ്ട് ഫില്ലാവുന്നവരും ഉണ്ട് കേട്ടോ. 4 പല്ലെടുത്ത ഗ്യാപ്പ് ഫില്ലാവാൻ എത്ര മന്ത് എടുക്കും? അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏകദേശം എല്ലാം അതുപോലത്തെ കമൻറ്റാണ്. വേറൊരു കമൻറ്റ്, ചേച്ചി എൻ്റെ പേടി പല്ല് നിര തെറ്റിയാണ്. എൻ്റെ പല്ല് നിര തെറ്റിയാണ്, പേടി കാരണം കമ്പി ഇടാതെ ഇരിക്കായിരുന്നു. ബട്ട് ഇപ്പോൾ ഇടാൻ തീരുമാനിച്ചു, ഒരു പല്ല് പറിച്ചു, എനിക്ക് നല്ല ടെൻഷൻ, എന്നെ കൊണ്ട് പറ്റില്ലേ എന്ന്.
പറ്റുകയൊക്കെ ചെയ്യും. കാരണം എനിക്ക് 4 പല്ലെടുത്തല്ലോ, അപ്പോഴേ എനിക്ക് അതിനേശമല്ലേ കമ്പി കിട്ടാം. എന്തായാലും പറ്റും, അതിൻ്റെ അകത്ത് കുഴപ്പമൊന്നുമില്ല. നിര തെറ്റിയിരിക്കുകയാണെങ്കിൽ കമ്പി ഇട്ട് നമുക്കത് ശരിയാക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, പിന്നെ എല്ലാം കോമൺ ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആണ്. അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, അപ്പോഴേ ഇതൊക്കെയാണ് അതിൻ്റെ അകത്ത് ഞാൻ റിപ്ലൈ കൊടുക്കാതിരുന്ന കുറച്ച് കമൻസ്, അതായത് കുറച്ച് വ്യത്യാസമായിട്ട് തോന്നിയ കമൻസിനാണ് ഞാൻ റിപ്ലൈ കൊടുത്തേക്കുന്നത്. അതൊക്കെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി ഒരു 3 ആഴ്ച കഴിഞ്ഞിട്ട് നമുക്കിനി ബാക്കി അപ്ഡേഷൻസ് ആയിട്ട് വരാം. അതിനിടയ്ക്ക് ഇട്ടിട്ട് നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ അത് റിലേറ്റ് ചെയ്ത് വീഡിയോ ചെയ്തേക്കാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തേക്കാം. പിന്നെ എൻ്റെ പല്ലിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഓൾഡ് വീഡിയോസൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അതായത് ഞാനൊരു ഡിസംബറിലൊക്കെ ആയിരുന്നു പല്ല് എടുത്തിട്ടുണ്ടായിരുന്നത്, ഡിസംബർ ഒക്ടോബർ ആ ഒരു സമയത്ത്. അന്ന് തൊട്ട്, അതായത് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ, ഒരു 7 മാസം ആവുന്നുണ്ട്. അപ്പോൾ 7 മാസം വരെയുള്ള ചേഞ്ചസ് ഒക്കെ ഈ ഒരു വീഡിയോസിലൂടെ തന്നെ കാണാൻ പറ്റും. ഇപ്പോൾ പല്ലിൽ കമ്പി ഇടാൻ പോണവർക്കും ഇപ്പോൾ കമ്പി ഇട്ടേക്കുന്നവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഇന്നത്തേക്ക് ടാറ്റ. അപ്പോൾ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.